നമസ്കാരം. മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല കാര്യങ്ങളിൽ ഹറാമാണ്. അതായത് ഇന്നത്തെ കാലത്തും, അതായത് നമ്മുടെ രാജ്യം ഓരോ വർഷം കഴിയുന്തോറും ഓരോ മിനിറ്റ് വെച്ചും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ചില മുസ്ലിമുകൾ, അതായത് ചില മുല്ലാക്കന്മാരുണ്ട്, അവർ പറയുന്നത് സ്ത്രീകൾ വീടിന്റെ 3 ചുവരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിയണമെന്നാണ് അവർ പറയുന്നത്. പുറത്തിറങ്ങിയാലും തട്ടം വിട്ടുകൊണ്ട് പോകണം, ആരെയും മുഖം കാണിക്കാൻ പാടില്ല, ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല, ഡാൻസുകളൊന്നും കളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉള്ള രീതികളാണ് ചില മുസ്ലിം കുടുംബങ്ങളിലുള്ളത്, അല്ലെങ്കിൽ ചില മുസ്ലിം സംഘടനകൾ ഇപ്പോഴും ഉയർത്തിക്കാട്ടുന്നത്. സ്റ്റേജിൽ പോയി പോലും ഒരു എന്തെങ്കിലും ഒരു അനുമോദനമായി കിട്ടുമ്പോൾ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ട്രോഫി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചാൽ ഇവർക്കത് ഹറാമാണ് എന്നാണ് ഇവർ പറയുന്നത്. അത് സ്ത്രീകൾ ഇപ്പോഴും ഈ അടുക്കള ജോലിയും വീട്ടു ജോലിയും ഒക്കെ ചെയ്ത് ഭർത്താക്കന്മാരുടെ കാര്യങ്ങളൊക്കെ നോക്കി, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ തന്നെ, അതായത് വീടിന്റെ ആ 3 ചുവരുകൾക്കുള്ളിൽ തന്നെ അവരുടെ ജീവിതം ശിഷ്ടകാലം അവിടെ ഹോമിക്കണം എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ ചില മുസ്ലിം ലീഗ് സംഘടനകൾക്കുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഈ മാസമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ തന്നെ മത്സരിക്കുന്നുണ്ടായിരുന്നു. UDF അടക്കം മുസ്ലിംസ് ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. കൂടുതലും മലപ്പുറം, കോഴിക്കോട് മേഖലകളിലുള്ള മുസ്ലിം സംഘടനകൾ. ഇതിലിപ്പോൾ മുസ്ലിം ലീഗ് തന്നെ പറഞ്ഞ, അതായത് കാന്തപുരം തന്നെ പറയുന്ന ഒരു ലൈനുണ്ട്. അതായത് പ്രകടനത്തിൽ മുസ്ലിം സ്ത്രീകൾ പങ്കെടുക്കുന്നതിനെതിരെ രൂക്ഷമായാണ് കാന്തപുരം ഇപ്പോൾ വിമർശിക്കുന്നത്. അതായത് മുസ്ലിം ലീഗ്, അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടി തുടങ്ങിയ സംഘടനകളുടെ തെരഞ്ഞെടുപ്പ് ആഹ്ലാദം പ്രകടനങ്ങളിൽ മുസ്ലിം സ്ത്രീകൾ പങ്കെടുക്കുന്നതിനെതിരെയാണ് സമസ്ത കാന്തപുരം വിഭാഗം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിന്റെ പേരിൽ സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ സംഘടനകളുടെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിന്റെ ഭാഗമായി അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിച്ചേരുന്നതും കെട്ടിപ്പിടിക്കുന്നതും പരസ്പരം കൈകുട്ടിയും തെരുവിലിറങ്ങി പ്രകടനം നടത്തുന്നതും അടിഞ്ഞാടുന്നതുമൊക്കെ അതെല്ലാം മതം അനുവദിക്കാത്ത രീതിയിലുള്ള ആഭാസങ്ങളാണ് നടക്കുന്നതെന്നും ഇതൊരിക്കലും അംഗീകരിക്കാനാകില്ല എന്നാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സുലൈമാൻ മുസ്ലിയാറും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി കാന്തപുരം MB അബൂബക്കറും പറയുന്നത്. ഒരു ആഘോഷം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രകടനം നടക്കുമ്പോൾ മുസ്ലിം പെണ്ണുങ്ങളൊന്നും തന്നെ ആ വേദിയിൽ ഉണ്ടാവാൻ പാടില്ല, അവരൊന്നും തന്നെ പങ്കെടുക്കാൻ പാടില്ല, അവരൊന്നും പാട്ടുപാടാൻ പാടില്ല, അവരൊന്നും ഡാൻസ് കളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇത് ഏത് ലോകത്താണ് ഈ സമസ്ത ഉൾപ്പെടെയുള്ള ഈ മുസ്ലിം മുല്ലാക്കന്മാർ താമസിക്കുന്നതെന്ന് നമുക്കറിയില്ല. കാരണം ഇവരിപ്പോൾ ഈ താലിബാൻ രീതികളാണോ ഇവരിപ്പോൾ ഇവിടെ ഇപ്പോൾ നടത്താൻ, അതായത് അഫ്ഗാനിസ്ഥാൻ മോഡലിലേക്കുള്ള രീതികളാണോ ഇവർ കേരളത്തിലും രാജ്യത്തും ഇങ്ങനെ കൊണ്ടുവരാൻ നോക്കുന്നത് എന്നൊരു സംശയമുണ്ട്. കാരണം നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം കർശനമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. അവിടെ സ്ത്രീകൾക്ക് വെളിയിലിറങ്ങാൻ പാടില്ല, സ്ത്രീകൾക്ക് ഒരു തരത്തിലുമുള്ള ആക്ടിവിറ്റീസുകളിൽ പങ്കെടുക്കാൻ പാടില്ല, ഡാൻസ്, പാട്ട്, പഠിത്തം അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങിയുള്ള ആഘോഷം ഒന്നും തന്നെ പാടില്ല, ഒരു കണ്ണ് മറച്ചു വെച്ചിട്ട് വേണം അവർ നടക്കാൻ. അങ്ങനെയൊക്കെ ഒരു ചില വൃത്തികെട്ട ഒരു വട്ട് നിയമങ്ങളൊക്കെ ഈ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ നടപ്പാക്കുമ്പോൾ അതേ രീതികളാണോ ഇവർ ഇവിടെയും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നൊരു സംശയം സോഷ്യൽ മീഡിയയിലടക്കം ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. അന്യ സ്ത്രീ പുരുഷന്മാർ കൂട്ടിച്ചേരുന്ന പ്രകടനമൊന്നും തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ സമസ്ത വിഭാഗക്കാർക്ക് വലിയ രീതിയിൽ ഒരു ചൊറിച്ചിലുണ്ടാകുന്നു എന്നാണ് ഇവർ പറയുന്നത്. ആഹ്ലാദ പ്രകടനത്തെ അഴിഞ്ഞാട്ടം എന്ന ഒരു പ്രസ്താവനയാണ്, അങ്ങനത്തെ രീതിയിലാണ് ഈ സമസ്ത വിഭാഗം ഇവർ ആക്ഷേപിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് എത്രത്തോളം വിവരമുണ്ട് എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. മതം അനുവദിക്കാത്ത ആവാസമാണെന്നാണ് ഇതിന് കാന്തപുരം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് അവരുടേതായ സമ്പൂർണ്ണ സ്വാതന്ത്ര്യവും മാന്യതയും ഇസ്ലാം വകവെച്ച് നൽകിയിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടാണ് സ്ത്രീകളുടെ പൊതുരംഗത്തെ ഇടപെടലിനെ കാന്തപുരം നിഷേധിക്കുന്നത്. വനിതകളെ വ്യാപകമായി വോട്ട് പിടിക്കാൻ ഇറക്കിയതും പ്രകടനത്തിൽ പ്രദർശിപ്പിച്ചതും ആദ്യമായി ജമാഅത്ത് ഇസ്ലാമിയാണ്. വാഖഫി തങ്ങളുടെ കാലത്ത് MES സ്ത്രീകളെ വോട്ടിലിറക്കിയപ്പോൾ ലീഗ് അവരുമായുള്ള ബന്ധം തന്നെ വിച്ഛേദിക്കുകയാണ് ചെയ്തത്. സ്ത്രീകൾക്ക് സംവരണം വന്നതിന് ശേഷം ലീഗ് അവരെ പ്രകടനത്തിനും മറ്റും ഇറക്കിയിരുന്നില്ല. ഇപ്പോൾ വെൽഫെയർ സംസ്കാരം മുഖ്യധാര മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയെയും സ്വാധീനിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലും വ്യാപകമായി കണ്ടത്. കൗമാരക്കാരുകളായ മുസ്ലിം പെൺകുട്ടികൾ തുറന്ന വാഹനത്തിൽ കയറി ഡാൻസ് ചെയ്ത് നീങ്ങുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാണ്. മറ്റു സമുദായങ്ങളിലെ പെൺകുട്ടികളെ തീരെ കുറവായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. മുസ്ലിം ഉമ്മത്ത് കാത്തു സൂക്ഷിച്ച് പോകുന്ന ഈ സാംസ്കാരിക അച്ചടക്കം നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന സ്വതന്ത്രവാദികളെയാണ് ഇത് സന്തോഷിപ്പിക്കുക എന്നാണ് കാന്തപുരം പറയുന്നത്. രാഷ്ട്രീയ ആക്രമണങ്ങൾ തെരുവുകളിൽ നിന്ന് വീടുകളിലേക്ക് കൂടി പടരാനും സ്ത്രീകളും കുട്ടികളും ആക്രമിക്കപ്പെടാനും കൂടി ഇത് വഴിവെക്കുമെന്നാണ് പറയുന്നത്. ചെറിയ കുട്ടികളെ കൊണ്ട് പ്രകോപനപരമായ മുദ്രാവാക്യം വിളിപ്പിക്കുന്നതും സമൂഹം അവരോട് കാണിച്ചിരിക്കുന്ന ദയവും അനുകമ്പയും ഇല്ലാതാക്കുമെന്നാണ് കാന്തപുരം പറയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഈ മുസ്ലിം സംഘടനകൾ ഒരു ജാഥയുമായിട്ടുണ്ടായിരുന്നു. അവലും മലരും വാങ്ങി വെച്ചു,
എന്ന് പറഞ്ഞിട്ട് ഒരു കൊലവിളി മുദ്രാവാക്യം. ആ മുദ്രാവാക്യം നടത്തി കഴിഞ്ഞാൽ കാന്തപുരത്തിനോ ഒരു മുസ്ലിം ലീഗ് പാർട്ടിക്കോ ഒരു വെൽഫെയർ പാർട്ടിയോ തലപൊക്കില്ല. ഇത് അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല എന്ന് അവർ പറയുകയില്ല. പക്ഷേ മുസ്ലിമുകൾ ഇറങ്ങി ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഡാൻസ് കളിച്ചാലോ പാട്ട് കളിച്ചാലോ ഏതെങ്കിലും മേഖലയിൽ അവർ ഉന്നതിയിലേക്ക് എത്തിയാലോ ഉടനെ തന്നെ അങ്ങനെ പാടില്ല, അങ്ങനെ ഉന്നതിയിലേക്ക് എത്താൻ പാടില്ല എന്ന് അവരുടെ വിദ്യാഭ്യാസം തന്നെ മുടക്കുന്ന രീതികളിൽ സംസ്ഥാന അടക്കമുള്ള ഈ മുസ്ലിം സംഘടനകൾ കാണിക്കാറുണ്ട്. ഇനിയിപ്പോൾ ഫോട്ടോയിൽ തന്നെ ഏതെങ്കിലും പത്രത്തിലോ TV ചാനലിലോ ഫോട്ടോ കൊടുക്കണമെങ്കിൽ പോലും ഇവരുടെ മുഖം കംപ്ലീറ്റ് ആരും കാണാത്ത രീതിയിൽ മറച്ചു കെട്ടി 2 കണ്ണുകൾ മാത്രം കാണിക്കുന്ന രീതിയിൽ എന്തിനാണ് ഇവരിങ്ങനെ കാണിക്കുന്നതെന്ന് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അടക്കം ചോദിക്കുന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് മതമാണ് അങ്ങനെ പറയുന്നത്, അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്കിടെ ഇന്ത്യൻ ഭരണഘടനയുണ്ട്, അതിൽ തുല്യമായ അവകാശം എല്ലാ മതക്കാർക്കും നൽകുന്നുണ്ട്.